യുഎസിലെ H-1B വിസയുടെ ഗ്രേസ് പീരീഡുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യക്കാരനുണ്ടായ തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ ചർച്ചയാകുകയാണ്. ഒരു ഇന്ത്യക്കാരനാണ് തൻ്റെ സുഹൃത്തിനുണ്ടായ അനുഭവം റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തത്. ലേ ഓഫിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടതോടെ H-1B വിസയുടെ 60 ദിവസത്തെ ഗ്രേസ് പീരീഡിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. ഗ്രേസ് പീരീഡ് ഒരു സോഫ്റ്റ് ഡെഡ് ലൈനായി സുഹൃത്ത് കണക്കാക്കിയെന്നും ഇതേ തുടർന്ന് ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ നേരിട്ടുവെന്നും നാടുകടത്തൽ നടപടികൾക്കുള്ള നോട്ടീസ് ലഭിച്ചുവെന്നും പോസ്റ്റിൽ വിവരിക്കുന്നു. കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റ് നിരവധി പേരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ടെക് കമ്പനികളിൽ ലേ ഓഫ് വർദ്ധിക്കുന്ന ഇക്കാലത്ത് യുഎസിന്റെ കുടിയേറ്റ നിയമങ്ങളെ കുറിച്ച് കാണുന്നത് അപകടകരമാണെന്ന് പോസ്റ്റ് സൂചിപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട H-1B വിസ ഉടമയ്ക്ക് പുതിയ ജോലി കണ്ടെത്താനോ വിസ മാറ്റാനോ രാജ്യം വിട്ടുപോകാനോ 60 ദിവസത്തെ സമയം ലഭിക്കും. ഈ സമയം കൃത്യമായി പാലിക്കണം. എന്നാൽ സുഹൃത്ത് ഈ സമയപരിധിയെ അത്ര ഗൗരവമായി എടുത്തില്ലെന്നും പുതിയ ജോലി കിട്ടാൻ വൈകിയാൽ കുഴപ്പമില്ലെന്ന് കരുതിയെന്നും പോസ്റ്റിൽ പറയുന്നു. പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലേ ഓഫിന് ശേഷമുള്ള H-1B വിസയുടെ 60 ദിവസത്തെ ഗ്രേസ് പീരീഡിനെ കുറിച്ച് ധാരാളം ആശയക്കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. അതിനാൽ നമുക്കിത് വ്യക്തമാക്കാം. എൻ്റെ ഒരു സുഹൃത്തിന് ഈ വർഷം ആദ്യം ജോലി നഷ്ടപ്പെട്ടു. 60 ദിവസങ്ങൾ ഒരു സോഫ്റ്റ് ഡെഡ് ലൈൻ ആണെന്ന് അദ്ദേഹം കരുതി. അത് പ്രശ്നമല്ലെന്ന് കരുതി അദ്ദേഹം ജോലി അന്വേഷിക്കുന്നിടയിൽ കൂടുതൽ നേരം താമസിച്ചു. നിർഭാഗ്യവശാൽ ആ 60 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്റ്റാറ്റസിന് പുറത്തായി. പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചപ്പോൾ അതൊരു നിയമലംഘനമായി രേഖപ്പെടുത്തി. US വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴെല്ലാം നിയമലംഘന റെക്കോർഡ് കാണിക്കും. പോസ്റ്റ് ചർച്ചയായതോടെ നിരവധി പേർ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം ഗുരുതരമായ തെറ്റാണ് വരുത്തിവെച്ചതെന്ന് പലരും ചൂണ്ടിക്കാട്ടി. ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ സുഹൃത്ത് ഒരു മണ്ടനാണ്. H-1B വിസയുടെ ആദ്യത്തെ നിയമം അതാണ്. 60 ദിവസം എന്നത് ഒരു അവസാന സമയമാണ്. മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെ: സോഫ്റ്റ് ഡെഡ് ലൈൻ എന്നാൽ എന്താണ്? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യങ്ങൾ അനുമാനിച്ച് കൂടുതൽ ദിവസം അവിടെ താമസിച്ചത് മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആ സിസ്റ്റത്തിൽ ഫ്ലാഗ് ചെയ്യപ്പെടാൻ അർഹനാണ്. ഇതൊരു സോഫ്റ്റ് ഡെഡ് ലൈൻ ആണെന്ന് ആരും വിശ്വസിക്കില്ലെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു. ഇത് അവസാന തീയതിയാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ പോലും അത് അധികമായി താമസിച്ചതായി കണക്കാക്കും. നിങ്ങളൊരു കുടിയേറ്റക്കാരനായിരിക്കുമ്പോൾ US ഇമിഗ്രേഷനെ നിസ്സാരമായി കാണുന്നത് മണ്ടത്തരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. H-1B വിസയുടെ ഗ്രേസ് പീരീഡിനെ കുറിച്ച് കൂടി വിശദമായി നോക്കാം. വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് US നൽകുന്ന വിസയാണ് H-1B വിസ. യുഎസിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്നതിനിടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പുതിയ ജോലി കണ്ടെത്താനോ വിസ സ്റ്റാറ്റസ് മാറ്റാനോ നാട്ടിലേക്ക് മടങ്ങാനോ ആയി US നൽകുന്ന സമയപരിധിയാണ് 60 ദിവസത്തെ ഗ്രേസ് പീരീഡ്. കമ്പനിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസം മുതൽ ഗ്രേസ് പീരീഡ് എണ്ണി തുടങ്ങും. 60 ദിവസത്തെ ഗ്രേസ് പീരീഡിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗ്രേസ് പീരീഡ് കാലാവധിക്ക് ശേഷം നിങ്ങൾ US-ൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന വ്യക്തിയാകും. 180 ദിവസത്തിൽ കൂടുതൽ നിയമവിരുദ്ധമായി താമസിച്ചാൽ 3 വർഷത്തേക്കും 1 വർഷത്തിൽ കൂടുതൽ നിയമവിരുദ്ധമായി താമസിച്ചാൽ 10 വർഷവും US-ലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് നേരിടും. കൂടാതെ ഭാവിയിലെ വിസ അപേക്ഷകളെയും ഇത് പ്രതികൂലമായി ബാധിക്കും.